ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷം. ജീവനക്കാരുടെ കുറവ് കാരണം 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനം. പുതിയ തീരുമാനം 40 എയർപോർട്ടുകളെ പ്രതികൂലമായി ബാധിക്കും. അതേസമയം അന്താരാഷ്ട്ര സർവീസുകളെ ഇത് ബാധിക്കില്ലെന്നാണ് സൂചന. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതേസമയം ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ്. അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ 1 മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഷട്ട്ഡൌൺ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. US-ൽ ജീവനക്കാരുടെ കുറവ് കാരണം 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ തന്നെ സർക്കാർ തീരുമാനമുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനം 40 എയർപോർട്ടുകളെയാണ്. US-ലെ 40 എയർപോർട്ടുകളെ ഈ ഒരു തീരുമാനം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അന്താരാഷ്ട്ര സർവീസുകളെ ഇത് ബാധിക്കില്ലെന്നും സൂചനയുണ്ട്. ആഭ്യന്തര സർവീസുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് ഇപ്പോൾ US സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുമെന്നുള്ളതും കൂടിയാണ്. വാഷിംഗ്ടണിൽ ഈ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ ചർച്ചകൾ തുടരുകയാണ്. ഏറെക്കാലമായി ചർച്ചകൾ തുടരുന്നു. എന്താണ് ഈ ചർച്ചകൾക്കൊരു അവസാനമില്ലാത്തത് എന്നൊക്കെ ഒരു ചോദ്യം ഉയർത്തിയാൽ അതിനൊരു ഉത്തരമില്ല. കാലങ്ങളായി ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു. സെനറ്റിൽ ഈ ബില്ല് പിന്നെയും വരുന്നു. ധനാനുമതി ബില്ല് ലഭിക്കുന്നില്ല. പിന്നെയും അത് പരാജയപ്പെടുന്നു. പിന്നെയും ഈ പ്രതിസന്ധി തുടരുന്നു. അപ്പുറത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ മുന്നോട്ട് ഇറക്കുന്ന ഈ ഒരു തിരക്കിൽ ഇടയ്ക്ക് ഈ ധനാനുമതി ബില്ലും കൂടി ഒന്ന് പാസ്സാക്കാനൊക്കെ ഒരു മുന്നേറ്റം നടത്തിയാൽ വളരെ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. ഗ്രേറ്റ് ആകുന്നുണ്ട് ട്രംപിൻ്റെ ഭരണത്തിൽ. അത് പറയാതെ വയ്യ. ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉറപ്പ്. അത് മറ്റൊരു അവകാശവാദം. സാങ്കേതിക പ്രശ്നങ്ങൾ എന്തായാലും അതിനുപോലും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. എന്തായാലും നിലവിൽ ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. ജീവനക്കാരുടെ കുറവ് കാരണം 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 40 എയർപോർട്ടുകളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക. ആഭ്യന്തര സർവീസുകളെ സാരമായി ബാധിക്കും എന്നുള്ളതും കൂടിയുണ്ട്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഈ തീരുമാനം ബാധിക്കുമെന്നുള്ളതാണ്. അതേസമയം അന്താരാഷ്ട്ര സർവീസുകളെ ബാധിക്കില്ല എന്നും സൂചനകൾ നടക്കുന്നു. ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാനായി വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ്. തുടരട്ടെ. ആ ചർച്ചയ്ക്കൊരു തീരുമാനമുണ്ടാകട്ടെ. ഈ പ്രതിസന്ധി അവസാനിക്കട്ടെ എന്നുള്ളതും കൂടിയാണ്.